ഹലോ എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ കുറച്ച് കാലമായി ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ച് കാലം മീൻസ് ഒരു മാസമായി സത്യം പറഞ്ഞാൽ. വേറെ നല്ല കുറച്ച് തിരക്കിലായിരുന്നു. എൻ്റെ പുതിയ വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാലച്ചിലും പരിപാടിയൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ മാനസികമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു. എല്ലാം കൂടെ തിരക്കായിട്ട് വർക്കും കാര്യങ്ങളും എല്ലാം എൻ്റെ വീടിൻ്റെ വർക്കും എല്ലാം കൂടെ ആയിട്ട് സത്യം പറഞ്ഞാൽ ആകെ സ്റ്റക്കായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ. പിന്നെ ഏതായാലും നമ്മൾ പഴയ പോലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ മാക്സിമം ഡെയിലി തന്നെ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്ന് വന്നത് വേറെ ഒന്നല്ല, നമ്മുടെ ബ്രസ, അതായത് SUV സെഗ്മെന്റിൽ നമ്മുടെ മാരുതിയിൽ അത്യാവശ്യം നല്ല സെയിലുള്ള ഒരു വാഹനമാണ് ബ്രസ. അപ്പോൾ ഈ ബ്രസയ്ക്ക് പുതിയൊരു ഫേസ് ലിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പുതിയൊരു ബ്രസ വന്നിട്ടുണ്ട്, അതായത് വരാനിരിക്കുകയാണെന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോൺസിൻ്റെ ഒക്കെ വരണം. അപ്പോൾ ഫോട്ടോ ഞാൻ ഇപ്പോൾ കൊടുക്കാം. നമ്മളെ ഫ്രോൺസിൻ്റെ ഒക്കെ ഫ്രണ്ട് ബമ്പറിൻ്റെ ഒക്കെ ഏകദേശം അവിടെയും ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു പുതിയ ബ്രസയുടെ ആ ലുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിടക്കാം. കൂടുതൽ മീൻസ് അതിന്റെ എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ എഞ്ചിൻ സ്പെക്ക് എന്ന് പറയാം. അപ്പോൾ ആ പഴയ എഞ്ചിൻ തന്നെയാണെന്നൊക്കെ പറയുവാണെങ്കിൽ 1.5 ലിറ്റർ നമ്മുടെ ആ K സീരീസ് പെട്രോൾ എഞ്ചിൻ തന്നെയാണ് കേട്ടോ. ബ്രസയിൽ ഇനി വരാൻ പോണേ 103 bhp പവറും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണ കുഴപ്പമില്ലാത്തൊരു എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക, ഒരു 5 സ്പീഡ് മാനുവൽ ഉണ്ട്, 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. അതോടെ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കൽ പാഡ് ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്ത ഒരു എഞ്ചിൻ, അതായത് ഫ്യൂൽ എഫിഷ്യൻസി ആണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും. പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. അതുകൊണ്ട് 19 കിലോമീറ്റർ കമ്പനി മൈലേജ് കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്. കിട്ടാൻ ചാൻസ് വളരെ കുറവാണെന്ന് ഞാൻ പറയുള്ളൂ. കിട്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ 1.5 ലിറ്ററൊക്കെ ഒരു 15-16ഒക്കെയാണ് ആവറേജ് കിട്ടാറുള്ളത്. അതായത് ഹൈബ്രിഡ് ആണെങ്കിൽ പോലും ഞാൻ അപ്പുറം കിട്ടുന്നവരുണ്ടാവാം, അങ്ങനെയുള്ള ഒരു കമൻറ്റ് ചെയ്യട്ടോ എന്തായാലും. അപ്പോൾ അങ്ങനത്തെ ഒരു 1.5 ലിറ്റർ K സീരീസ് എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്രസയിലും നൽകിയിട്ടുള്ളത്. ഈ ഒരു പുതിയ ബ്രസ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹൈബ്രിഡ് വേരിയന്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ പക്ക ഹൈബ്രിഡ് ഇപ്പോൾ ഗ്രാമിത്താറ് ഉണ്ട് ഹൈബ്രിഡ് ആയിട്ട്, പക്ഷേ ബ്രസയിലെ ഹൈബ്രിഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതായിരുന്നു തോന്നി. പക്ഷേ അവർ ഈ സ്മാർട്ട് ഹൈബ്രിഡായിട്ട് തന്നെ തുറന്ന് പോവാണ്. ഡിസൈൻ എലമെന്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൂടിയിട്ടുണ്ട് കേട്ടോ. കാറ്റ് ലൈൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂടിയിട്ട് കുറച്ച് ബൾക്കി ലുക്കായിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ആ രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ എയർ ബാഗ്, EBD, 360 ഡിഗ്രി ക്യാമറ, അങ്ങനത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും വെട്ടി കുറച്ചിട്ടൊന്നുമില്ല. ഒന്നുകൂടി അതിൻ്റെ ബെറ്റർ വേർഷൻസ് ആണ്, അതായത് 360 ഡിഗ്രി ക്യാമറയുടെ ഒക്കെ ബെറ്റർ വേർഷൻസ് ആണ് ചെയ്തിട്ടുള്ളതെന്നാണ് സുസുക്കി അവകാശപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു വാഹനം ആവാം. അതായത് ബ്രസ കുഴപ്പമില്ലാത്തൊരു വാഹനം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്നവർക്ക് ഒരു ആ ലെവലിൽ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഗ്രാമിത്താർ എടുക്കാൻ പറ്റാത്തവർക്ക് എന്തായാലും ബ്രസ എടുക്കാൻ പറ്റും. പ്രൈസിങ്ങും കാര്യങ്ങളും വരുന്നത് 8,29,000 രൂപ മുതൽ 13,98,000 രൂപ വരെ നമ്മുടെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് LXi, VX, ZXi, ZXi പ്ലസ്, അപ്പോൾ ഇത്രയും വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് റേഞ്ചിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്തായാലും 14 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഓൺ റോഡിലേക്ക് വരുമ്പോൾ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ഉണ്ടാവും. എന്നാൽ പോലും ആ രീതിക്ക് കൺസിഡർ ചെയ്യുന്നവർക്ക് എന്തായാലും കൺസിഡർ ചെയ്യാം കേട്ടോ. കുഴപ്പമില്ലാത്തൊരു വാഹനം തന്നെയാണ് ബ്രസ. അപ്പോൾ ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ചുകൂടി മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും എഞ്ചിനും കാര്യങ്ങളും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഫാമിലി കാറൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് എന്തായാലും കൺസിഡർ ചെയ്യാം, ധൈര്യമായിട്ട് കൺസിഡർ ചെയ്യാം. സുസുക്കി അല്ലേ, പിന്നെ വലിയ കുഴപ്പമില്ലാത്ത സേഫ്റ്റിയും കാര്യങ്ങളും ബ്രസയ്ക്ക് ഉണ്ട്. മറ്റേ അങ്ങനെ മാരുതിയുടെ മറ്റ് ചില വാഹനങ്ങൾ പോലെ പക്ക പപ്പടം നല്ല ബ്രസ അത്യാവശ്യം സ്ട്രോങ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളൊരു വാഹനം പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. എന്തായാലും വാഹനത്തിൻ്റെ ലോഞ്ചും കാര്യങ്ങളും ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. അതേപോലെ വീഡിയോ ആയിട്ട് നമുക്കൊരു വീഡിയോയും ചെയ്യാം. എന്തായാലും ഇപ്പോൾ തന്നെ എന്തായാലും സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബൈ.